കർത്താവേ, നിൻ്റെ തിരുനാമം അറിയുന്നവരൊക്കെയും നിന്നിൽ ആശ്രയിക്കും. എന്തെന്നാൽ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുകയില്ലല്ലോ. 9-ാം സങ്കീർത്തനം 10-ാം വാക്യം. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് ഇവിടെ സങ്കീർത്തകൻ രേഖപ്പെടുത്തുന്നത്. കർത്താവേ, നിൻ്റെ തിരുനാമം അറിയുന്നവരൊക്കെയും നിന്നിൽ ആശ്രയിക്കും. ദൈവത്തെ അറിഞ്ഞവർ ദൈവസന്നിധി വിട്ട് പോകയില്ല. മറ്റൊരാശ്രയ ഇടം തേടുകയില്ല. അങ്ങനൊരാശ്രയ ഇടം അവർ കണ്ടെത്തുകയുമില്ല. ദൈവത്തെ, ദൈവ തിരുനാമത്തെ അറിയുന്നതാണ് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ലക്ഷ്യബോധമുണ്ടാകാനുള്ള അടിസ്ഥാന കാര്യം. ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഈ ദൈവത്തിൻ്റെ കരുതൽ, ഈ ദൈവത്തിൻ്റെ പരിപാലനം, ഈ ദൈവത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലുമുള്ളതായ തൻ്റെ ജനത്തോടുള്ളതായ വാത്സല്യം, ഇത് അറിയുന്നവരൊക്കെ അവനിൽ തന്നെ ആശ്രയിക്കും. ലോകത്തിലല്ല, സമ്പത്തിലല്ല, സ്ഥാനമാനങ്ങളിലല്ല, മേലധികാരികളിലല്ല, ഈ ലോകത്തുള്ള ഏതെങ്കിലും അധികാരികളിലല്ല, കർത്താവിൽ തന്നെ ആശ്രയിക്കും. കാരണം അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ കരുതൽ നൽകുന്ന ദൈവമാണ്. തന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ദൈവമുഖം അന്വേഷിക്കുന്നവരെ അവനൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന കർത്താവ് പറഞ്ഞ കൽപ്പന ഇന്നും അതുപോലെ നിലനിൽക്കുകയും കർത്താവ് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം അറിയുക, കർത്താവിനെ അന്വേഷിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.